പറ്റല്ലേ? ഉം. ഉഷാറല്ലേ? ഉഷാറാ. നമ്മള് വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു ദുരന്തത്തെ പറ്റിയാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. എത്ര വർഷമായി? 7 വർഷമാവാൻ പോടും. ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. ഞാൻ ഗോപിക. ഞങ്ങൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒക്ടോബർ ഫാമിൻ്റെ കുറച്ച് നാൾക്ക് ശേഷമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറച്ച് പണി പെട്ടിട്ട് ഞങ്ങളുടെ പഴയ ഹാർഡ് ഡിസ്ക് തപ്പിയെടുത്തു. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഞങ്ങളുടെ കല്യാണ വീഡിയോ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് കുറച്ച് നാൾക്ക് ശേഷം ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, അന്ന് സംഭവിച്ച കാര്യങ്ങൾ. ഇതൊരു 7 വർഷം മുന്നേ, 7 വർഷം ആകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോഗ്രാഫി ആണ്. അപ്പം നിങ്ങളെ വെറുപ്പിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. വളരെ ഇതിൽ ഷോർട്ടായിട്ടുള്ള ഒരു 5 മിനിറ്റിന്റെ ഒരു പ്രൊമോ വീഡിയോ ഉണ്ട്. നമുക്കത് കണ്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. വീഡിയോയിലോട്ട് പോവാം. മുണ്ടിൻ്റെ ഒരു താലി. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇതിൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പക്ഷെ അവൻ നന്നായിട്ടാണ് പറഞ്ഞു തന്നത്. ഞാൻ ചെയ്തു വന്നപ്പോൾ കുറച്ച് ക്ലീശയായിപ്പോയി. എന്തായാലും ഇങ്ങനെ മുണ്ടൊക്കെ പൊക്കിയെടുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആഹാ, മുണ്ട് തേച്ച് വിട്ടതാ. ഇത് ഉദ്ദേശം എത്ര മണിക്കാ ഇതൊക്കെ? എനിക്കൊന്ന് രാവിലെ 6:30 6:30 7 മണി ആ സമയത്ത് എന്തോ ആണ്. അറിയാലോ, പുള്ളിയുടെ വീട് കൊല്ലം കൊട്ടാരക്കര. കല്യാണ മണ്ഡപം നെയ്യാറ്റിൻകര എന്റെ നാട്ടിലായിരുന്നു. അപ്പൊ ഇവർക്ക് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങണം. രാവിലെ ഉള്ള റെഡിയായി ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യായിരുന്നു. സ്ലോ മോഷനിൽ താഴോട്ട് നടക്കാൻ പറഞ്ഞ ഇത് കണ്ട ചെരുപ്പിന്റെ അടിയിൽ സ്റ്റിക്കർ ആക്കിയില്ലായിരുന്നു. തലേന്ന് പോയി വാങ്ങിച്ച ചെരുപ്പാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പ്രൈസ് ഒക്കെ കാണാം. അതിനെ അവൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയല്ലോ. വീഡിയോയിൽ ഉൾപ്പെടുത്തി. പക്ഷെ അവൻ നന്നായിട്ട് എടുത്തു തന്നു. സൈഡ് പോസ്. എന്റെ എൻട്രി ആരത്? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാ. ഇത് രണ്ടാമത്തെ സാരി. ഇതാണ് എന്റെ ഒരു ലുക്ക്. ആണോ? ശൃംഗാരം. എനിക്ക് ഈ പരിപാടികളാണ് പറ്റാത്തത്. ഇങ്ങനെ ഇനി വരണം വധുവും മുഖത്തോട്ട് വന്ന് നോക്കൂ, പിടിക്കും. അവൻ കൊറേ കഷ്ടപ്പെട്ടിട്ട് എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കാൻ. ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള സീനാണിത്. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാരിയാണ് വൈറ്റ്. രണ്ടാമത്തെ സാരി എടുത്തതിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഒന്നാമത് ക്ഷീണിച്ച് ചിരിച്ച് മനുഷ്യന്റെ ചിറിയെല്ലാം മേനിക്കാൻ തുടങ്ങി. അതായിരുന്നു അവസ്ഥ. എന്നിട്ടാണ് ഇത് കല്യാണം കഴിഞ്ഞ് അവരൊക്കെ സദ്യക്ക് കയറിയതിന് ശേഷം നമ്മള് ഇങ്ങനെ ഇവിടെ സാരി മാറി വന്നു. ഞങ്ങള് പുറത്ത് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തോട്ട് വന്നതാണ്. വയ്യ എനിക്കപ്പോ. വീട് കുറച്ച് സ്റ്റൈലായിട്ട് ഈ സാധനം വലിക്കാനാണ് ഉദ്ദേശിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ ഇത് ആക്ച്വലി ഈ ഷോട്ട് രാവിലെയാണ് എടുത്തത്. രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ജുബയൊക്കെ വലിച്ചിട്ടില്ലേ, ആ സമയത്ത് എടുത്ത ഷോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചപ്പോൾ സാധനം സ്ലിപ്പായൊക്കെ പോയി. ജുബ് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ജുബല്ലേ, കുർത്തല്ലേ. പണ്ടാര ചെരുപ്പിൽ സ്റ്റിക്കറുകളൊക്കെ. അച്ഛനും അമ്മയും. എന്താ ചിരി? അച്ഛനെന്താ മണപ്പിക്കണം? ഇത്
കളിയാക്കൽ ഏറ്റുവാങ്ങിയ ഒരു നിമിഷമായിരുന്നു. ഇതില് കല്യാണച്ചൊക്കെ ആരാന്ന് ഡൗട്ടാത്ര. ഇതിപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് അച്ഛനെ ഞാൻ വിളിച്ചോണ്ട് പോണ പോലെ. കണ്ണാടിയൊക്കെ കണ്ടാ നീ സ്റ്റൈലല്ലേ. വല്ലവന്റെ വണ്ടി. ഇതാണ് മണ്ഡപം. ഈവന്റ് മാനേജ്മെന്റിന് കൊടുത്തായിരുന്നു ഈ ഡെക്കറേഷൻ പരിപാടിയൊക്കെ. ഇത് ഈ മണ്ഡപം അവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ആ ഒരു ഗോൾഡൻ ടച്ചും ഗണപതിയും ഒക്കെ നൈസായിരുന്നു. ഇതെന്റെ മൂത്ത മാമിയാണ് സെന്ററിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബം വരി വരിയെ നിരന്ന് നിൽക്കുന്നു. ഇതാണ് എന്റെ അനിയൻ. റെഡിയായിട്ടിരിക്കുക. വന്നു ആരെ നോക്കിയിട്ട് നീ ചിരിക്കുന്നത്? എന്നെ ആരോ എന്തോ പറഞ്ഞ് കളിയാക്കി വെച്ചിരിക്കുക. എന്തോ ക്യാമറാമാൻ ആരോ ആണ് ചിരിക്കാൻ എന്തോ പറഞ്ഞ് കളിയാക്കി. അതിനാണ് ഈ ചിരി. എന്റെ ഫ്രണ്ടിൽ കാണാൻ അച്ഛൻ പുറകില അമ്മ. ചിരി തലികെട്ട്. അതെന്റെ കസിൻ സിസ്റ്റർ ആണ് ബാക്കിലുള്ളത്. അങ്ങനെ അച്ഛൻ കഴിഞ്ഞിരിക്കുകയാണ്. മാലയിടുന്നു. ഇത് പലയിടത്തും പല രീതിയിലാണ്. ഈ ചിലയിടത്ത് ആണും പെണ്ണും എണീച്ച് നിന്നിട്ടാണ് മാലയിടുന്നത്. ഞങ്ങളുടെ കേസിൽ ഇങ്ങനെയാണ്. ആരൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ ഉപദേശം തന്നോണ്ടിരുന്നു, അതനുസരിച്ച് ചെയ്തു. കുറെ അമ്മാവന്മാരുണ്ടായിരുന്നു, കാലൊക്കെ തൊട്ട് വണങ്ങുന്നു. അന്ന് തൊട്ട് എഴുതതാ. പിന്നെ കാലവാരി തലത്തടി അല്ലാതെ വേറെ നടന്നിട്ടില്ല. ട്രേഡ് മാർക്ക് ഇട്ട് കഴിഞ്ഞു. അന്നിട്ടോ പിന്നെ ഈ സാധനം വിളിട്ടിട്ടില്ല അവളുടെ നെറ്റി. പിന്നെ ജർമ്മനി വന്നതിന് ശേഷം പിന്നെ നാട്ടില് നീ സ്ഥിരമായിട്ടോണ്ടിരുന്നില്ലേ? നാട്ടിലിടുമായിരുന്നു, ചുമ്മാ നാക്കുവായിരുന്നു. ഇനി അങ്ങോട്ടുള്ള സീനൊക്കെ ഈ സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെടുത്ത വീഡിയോയില്. കണ്ണി വല്ലം പോയെ അത് കറക്റ്റ് ആയിട്ട് ഇട്, നല്ല രസമാണ്. കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ചിരിയാണ് അങ്ങറ്റം വരെ. ആൾക്കാരുടെ അടുത്ത് വരുന്നവർക്ക് പോണവർക്ക് എല്ലാം ചിരി. അതെ, ഓരോ അമ്മയെ ചിരിച്ചിരിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിച്ചിരിച്ചിരിച്ച് ചിറിയൊക്കെ വേദനിച്ച് കഴച്ച അവസാനം ഇതിങ്ങനെ അങ്ങ് സ്റ്റക്കായി. പിന്നെ ഞാൻ ലാസ്റ്റുള്ള ഫോട്ടോസിലൊക്കെ ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നും വരുന്നില്ല, ഇവിടെ നിന്ന് അനങ്ങുന്ന അറിയുന്ന പോലുമില്ല, ഫുള്ള് ചിരി തന്നെ. പിന്നെ ഫോട്ടോഷൂട്ട്. ഇത് സെക്കൻഡ് സാരി. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങളവിടെ ഈ വൈറ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കും, അതിനിടയിൽ കുറച്ച് ഫോട്ടോഷൂട്ട്, അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സാരി ഇവർ കൊണ്ടുവരുന്നതാണ് ഈ വൈറ്റ്. മൂന്നാമത്തെ സാരി എടുത്തിട്ടാണ് വീട്ടിൽ പോകണം അല്ലേ? മൂന്നാമത്തെ സാരി എടുത്ത് വീട്ടിൽ പോകും. ഓക്കെ, നമ്മൾ അന്ന് രാവിലെ ഇടുന്ന ജുബ്ബ ഇട്ടുന്നതിന് അന്നത്തെ ദിവസം മൊത്തം നടക്കും. ഇതിലെവിടെയാണ് സോഷ്യലിസം? ഇതാ മൂന്നാമത്തെ സാരി. ടാറ്റാ. ഇരുമുന്നും കുറച്ച് കരച്ചിലും ബോളൊക്കെ ഉണ്ടാകുന്ന കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഭയങ്കര കൂളായിട്ട് പോയിരുന്നു. ഹാപ്പിനെസ് ഉണ്ട്, ബിക്കോസ് ഉണ്ടാവുമല്ലോ കല്യാണം നടന്നതിൻ്റെ ആ ഒരു. ഞാൻ വീട്ടിലോട്ട് ചവിട്ടാണ്. ഇതാണ് കാർത്തിയുടെ അമ്മ. അതിന് ശേഷം പോസ്റ്റ് വെഡിങ് ഷൂട്ട് എന്നും പറഞ്ഞ് ഞങ്ങളൊരു കൊല്ലത്ത് കടൽക്കരയിൽ പോയി. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പ്രൊമോ, വെഡിങ് പ്രൊമോ. ഇത് കാർത്തിയുടെ ഭാഗത്തു നിന്നുള്ള ക്യാമറാമാൻ കൊടുത്തതാണ്. ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള ക്യാമറാമാൻ തന്നിട്ടുള്ള ലോങ് വീഡിയോയിൽ
ഒരു പോർഷൻ ഉണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്, അതുകൂടെ കാണിക്കാം. ഗൈസ്, ഇതിലൊരു കാര്യം കാണിക്കാണ്ട്, എൻ്റെ എൻട്രി ആണ് ഈ വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ കാർത്തി വെയിറ്റ് ചെയ്യാൻ എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ബ്രൈഡൽ ലുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ ഒരു എക്സ്പ്രഷൻ ഇടുക, എന്നെ നോക്കി തന്നെ ഇടുക. ശ്രദ്ധിച്ചോണേ. എന്നെ നോക്കിട്ട് നീ അത് എന്ത് ഭാവമാണ് നീ അവിടെ ഇട്ടത്? അമ്പോ പൊളി. ആ ഭാവം കാത്തിയുടെ ക്യാമറമാൻ്റെ അത് വന്നിട്ടില്ല, പക്ഷെ എന്റെ ക്യാമറമാൻ്റെ അത് പെട്ടു. ഇതായിരുന്നു ആ എക്സ്പ്രഷൻ. എനിക്കത് കഴിഞ്ഞ് ചിരിയായിരുന്നു. പാറു എന്റെ സിസ്റ്ററാണ്, എന്റെ മാമിയുടെ മോള്. അപ്പൊ അവളും കണ്ടിട്ട് അവളും ചിരിച്ചോണ്ട് പോവാ, അതിന് പുറകെ ഞാനും ചിരിക്കുക. അപ്പൊ ഇതും കൂടെ കാണിക്കണമെന്നുണ്ടായി. അപ്പൊ ഇതാണ്. പിന്നെ കല്യാണത്തിന് മേക്കപ്പ് ഇടൂലേ? പിന്നെ രാവിലെ ഒന്ന് ഫേഷ്യൽ എന്തൊക്കെ ചെയ്തിട്ടല്ലേ വന്നേ? ഞാൻ ഫേഷ്യലൊന്നും ചെയ്തില്ല, ഞാൻ തലേന്നാണ് ഫേഷ്യൽ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാരേജ് വീഡിയോ. ഞങ്ങൾ ഒന്നുകൂടെ കണ്ട് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു നൊസ്റ്റാൾജിയ അല്ലേ? നല്ല രസമുണ്ട് ഞങ്ങളുടെ വീഡിയോ വീണ്ടും കാണുമ്പോ. ഒരു സന്തോഷം, ആ ഒരു ഓർമ്മയിലേക്ക്. ഇത് ഉള്ളതിലെ ഏറ്റവും ചെറിയ വീഡിയോ എടുത്തു വെച്ച് ചെയ്താണ്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ മാരേജ് വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ 7 വർഷം മുന്നേ ഉണ്ടായിരുന്ന മാരേജ് വീഡിയോ എന്നുള്ളത് കമന്റിൽ പറയുക. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നൈസ് ആയിരിക്കുമല്ലേ? അടിപൊളിയായിട്ട് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളൊക്കെ റീലൊക്കെ കാണാറില്ലേ? സൂപ്പർ ആയിട്ട് ഇത് തോന്നുന്നുണ്ട്. അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.